ഓൾറെഡി നമുക്കൊരു കുട്ടി ഉണ്ടായിരിക്കെ നമ്മൾ സെക്കൻഡോ തേർഡോ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് പലരും നമ്മളെ ന്യൂബോൺ ബേബീനെ കാണാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട് വരാറുണ്ട്. എന്നാൽ ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ ആ മൂത്ത കുട്ടിക്കോ അല്ലെ രണ്ടാമത്തെ കുട്ടിക്കോ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു സന്തോഷം തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഈ ന്യൂബോൺ ബേബി അറിയുന്നില്ല എനിക്കാണ് ഗിഫ്റ്റ് കിട്ടുന്നതെന്ന്. പക്ഷേ ഈ സെക്കൻഡ് ബേബി അല്ലെ തേർഡ് ബേബി ഇവിടുന്ന് ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ചെറിയൊരു തോന്നലെങ്കിലും ഉണ്ടാവാം. വാവുണ്ടായതിനു ശേഷം എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ. മാത്രമല്ല വരുന്നവർ പലരും കമൻസ് അവരടുത്ത് പറയുകയും ചെയ്യും, ഇനി ഉമ്മാക്ക് ബേബിനെ മാത്രം മതി, നിന്നെ വേണ്ടാന്നൊക്കെ. ഇത് എത്രത്തോളം ആ ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ വേദന ഉണ്ടാക്കും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച്, അതായത് പുതിയ ബേബിക്ക് കൊടുക്കുന്നതിന് പകരം ആ വീട്ടിലുള്ള മൂത്ത കുട്ടിക്കോ രണ്ടാമത്തെ കുട്ടിക്കോ നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അതല്ലെങ്കിൽ ചെറിയ കുട്ടിക്ക് കൊടുക്കണമെന്നില്ല, ഈ കുട്ടിക്ക് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടു പേർക്കും കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ആർക്കും കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കുഞ്ഞു മനസ്സിൽ നല്ലൊരു സന്തോഷം നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവരുടെ ഇടയിലുള്ള ആ ഒരു സ്നേഹം എന്നും നിലനിർത്താനും വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യാം.